നിങ്ങളുടെ ഫേവറേറ്റ് സീരിയലുകൾ ടിവിയിൽ വരുന്നതിന് മുൻപേ സൺ നെക്സ്റ്റ് ആപ്പിൽ കാണാം. ഇനി എല്ലാവർക്കും മുൻപേ കാണൂ. ഇപ്പോൾ തന്നെ സൺ നെക്സ്റ്റ് ആപ്പ് ഡൗൺലോഡ് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യൂ. സോനെ എടി അവിടെ ഉണ്ടോ? അവിടെ എങ്ങും ഇല്ലമ്മേ. ഇവിടെയും ഇല്ല. ആ അടുക്കള വാതിൽ തുറന്നും കിടപ്പുണ്ട്. ചേടാ ഇവിളിതെവിടെ പോയി? അതെ, ആളിനെ കണ്ടില്ലല്ലോ. അവര് വരുന്നു. അപ്പൊ ആള് രക്ഷപ്പെട്ടു അല്ലേ? സാറേ, ഇത്രയും സമയം അവരോട് ഉണ്ടായിരുന്നതാ. കുഞ്ഞിനെ ഒരുക്കി നിർത്തിയിട്ടുമുണ്ട്. എനിക്ക് തോന്നുന്നത് പോലീസ് എത്തിയെന്നറിഞ്ഞ് അടുക്കള ഭാഗത്തൂടെ ഇറങ്ങിപ്പോയി കാണുമെന്നാ. അതെ, ഇവര് പറയുന്ന വിശ്വസിക്കണ്ട. വന്നേ, മുറികളിലോട്ടൊക്കെ ഒന്ന് പോയി നോക്ക്. ശരി സർ. ഇതാരാ? അയ്യോ, അത് സാറേ പ്രതിഭയാ. ഡിയാൻസി കഴിഞ്ഞു. എന്താ? ഒന്നുമില്ല, കിടന്നു. സർ, ഇവിടെ അവരെ കാണുന്നില്ല. പുറകുവശത്തോടെ പോകാനാണ് സാധ്യത. പോട്ടെ. സാർ, മുറികളിലൊന്നും ആരുമില്ല. എവിടം വരെ പോകുമെന്ന് നമുക്ക് നോക്കാമല്ലോ. വാ. ഓക്കെ, എന്നാ പിന്നെ വണ്ടി എടുക്കുക. ശരി സർ. സാർ, എന്താ ഇത്? എന്താ ഇവിടെ നടക്കുന്നത്? 10 മണിക്ക് സ്റ്റേഷനിൽ ഹാജരാവാൻ പറഞ്ഞിട്ട് അതിനു മുമ്പ് അനുഭവം അറസ്റ്റ് ചെയ്യുമെന്നാണ് നിങ്ങൾ വന്നത്? അറസ്റ്റ് ചെയ്യാൻ തന്നെയാ. പക്ഷെ പ്രതി പോലീസിനെ കണ്ണുവെട്ടിച്ച് രക്ഷപ്പെട്ടു. എന്താ സത്യം ഉണ്ടായത്? അനു എവിടെ? ഏട്ടത്തി ഇവിടെ ഉണ്ടായിരുന്നു ചേട്ടാ. പോലീസ് വന്ന കാര്യം അറിയിക്കാൻ വേണ്ടി നോക്കുമ്പോൾ ഏട്ടത്തി കാണാനില്ല. എടാ, അവൾ എവിടെയുണ്ടെന്ന് നിനക്കറിയാമെങ്കിൽ പറഞ്ഞു കൊടുക്കിന്ദിര. പോലീസ് അവളെ നാട്ടുകാരുടെ മുമ്പിലൂടെ പിടിച്ചോണ്ട് പോകുന്നതിൽ നല്ലതല്ലേ പോയി കീഴടങ്ങുന്നത്. ഏയ്, അതിന് പകിട്ട് കുറഞ്ഞു പോവമ്മേ. അനു നമ്മുടെ സ്ഥാനാർത്ഥിയാണെന്ന് പറഞ്ഞ് അമ്മ അവളെ നാട്ടുകാർക്കൊക്കെ പരിചയപ്പെടുത്തി കൊടുത്തതല്ലേ? അതേ നാട്ടുകാരുടെ മുന്നിലൂടെ തന്നെ പോലീസ് അനുപമയെ വിലങ്ങ് വെച്ച് കൊണ്ടുപോട്ടെ. അല്ലെങ്കിൽ ഈ നടന്നുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾക്കൊന്നും ഒരർത്ഥമില്ലാതായി പോവും. അപ്പൊ നടക്കട്ടെ സാറേ. അനുപമയെ നിങ്ങൾ എങ്ങനെയെങ്കിലും കണ്ടുപിടിക്കുക. അതെ, അനുപമയെ തേടി നടക്കേണ്ട കാര്യമൊന്നും ഞങ്ങൾക്ക് വരില്ല ഇന്ദ്ര. അവള് സ്റ്റേഷനിൽ വരും. പോലീസ് അവളെ വരുത്തും. അതിന് നിന്നെ ഞങ്ങൾ അങ്ങ് കൊണ്ടുപോവാ. ഇവനെ പിടിച്ച് വണ്ടി കയറ്റ്. ബഹളം വെക്കണ്ട സാറേ. ആരും ഇവനെ പിടിച്ചു കയറ്റും വേണ്ട. ഞാനായിട്ട് വന്ന് കയറിക്കോളാം. ഇന്ദ്ര, മോനെ ഇന്ദ്ര. അയ്യോ സാറേ, എന്റെ മോനെ എന്തിനാ കൊണ്ടുപോകുന്നത്? അവൻ എന്ത് ചെയ്തിട്ടാ? അമ്മ എന്തിനാ കരയുന്നേ? പോലീസ് കൊണ്ടുപോകുന്നത് യഥാർത്ഥ കുറ്റവാളിയെ തന്നെയാണെന്ന് കരുതിയാൽ മതി. മോനെ ഇന്ദ്ര, ഇന്ദ്ര മോനെ. ഹോസ്പിറ്റലിൽ നിന്ന് വന്ന ദിവസം ഞാൻ അമ്മയോട് പറഞ്ഞിരുന്നില്ലേ എല്ലാം ചെയ്തത് ഞാനാണെന്ന്? അല്ല, അത് പക്ഷെ ഇനി പോലീസ് അനുപമയെ അറസ്റ്റ് ചെയ്താലും ഞാൻ കുറ്റം സമ്മതിച്ചാ അവളെ പോലീസ് വെറുതെ വിടും. നമുക്ക് പോകാം സാറേ. കേറ്.
സത്യേട്ടാ, ഇന്ദ്രേട്ടൻ കുറ്റം സമ്മതിക്കാൻ പോവാന്ന് പറഞ്ഞിട്ട് നിങ്ങൾ ആരും എന്തൊന്നും മിണ്ടാത്തെ? ഇന്ദ്രേട്ടൻ ഒരു കുറ്റവും ചെയ്യില്ലെന്നും അനുവടുത്തി കുറ്റം മാത്രം ചെയ്യുന്നവരാണെന്നും നിനക്ക് ഉറപ്പുണ്ടോ? ഉണ്ടെങ്കിൽ പറസോനെ, ഈ കേസിൽ അനുശിച്ച് പ്രതിയാണെന്നുണ്ടെങ്കിൽ ഇന്ദ്രയുടെ കൂട്ടുപ്രതിയാ, അതാരും മറക്കണ്ട. അമ്മയ്ക്കും മോൾക്കും തൃപ്തിയായല്ലോ അല്ലേ? അയ്യോ മോനെ സത്യ